ഇത് ടാക്സി നമ്മൾ ഓടുന്ന വണ്ടികളാണ്, അന്നന്ന് ഓടി നമ്മൾ ജീവിക്കുന്നവരാണ്. അത് ഈ ആക്രമിച്ചവരാരും നോക്കുന്നില്ലല്ലോ. നമ്പർ പ്ലേറ്റ് ഇടി അവരുടെ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയാണെങ്കിൽ പ്രായത്തിൽ കുഴപ്പമില്ല. ഇത് ഞങ്ങൾ സ്വന്തം കാശ് കൊടുത്തെടുക്കുന്ന വണ്ടികളാണ്. അടിച്ചുപോയി വിഷമമുണ്ട്, നമ്മൾ ജീവിതമാർഗമല്ലേ. നമ്മുടെ അറസ്റ്റ് ആയാലും ചെയ്യും, തീരുമാനം കോംപ്രമൈസ് ഒന്നുമില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ വണ്ടിയാകുമ്പോ ആർക്കാണെങ്കിലും വിഷമം വരും. അത് നിന്റെയൊക്കെ വീട്ടിലെ വണ്ടിയാണെങ്കിലേ നിനക്കൊക്കെ വിഷമം വരുള്ളൂ. 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ ചങ്ങായിയോടെ വന്നല്ലോ. അന്ന് ഞാനടക്കം ആ ചങ്ങായിനെ കളിയാക്കി ചെറുക്കുക ചെയ്തു. ഇപ്പൊ സമ്പൂർണ്ണമായി പൊട്ടന്മാരെ കാണാൻ നമ്മൾ നോർത്ത് ഇന്ത്യ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ തന്നെ കുറച്ച് ആൾക്കാരെ നോക്കിയാൽ മതി. പാർട്ടി ബേസിലല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഒരു പാവത്തിന്റെ ജീവിതമാർഗ്ഗമാണ് ഇവന്മാരെല്ലാം കൂടി തല്ലി തകർത്തിറക്കുന്നത്. ED ഓഫീസേഴ്സ് അവരിങ്ങോട്ട് വരുന്ന സമയത്ത് അവരാ കാറിലൊന്നുമല്ല വരുന്നത്. അവരുടെ സൗകര്യം പോലെ ഫ്ലൈറ്റ് പിടിച്ച് വന്നിട്ട് ഇവിടുന്ന് ഒരു ടാക്സി ഹയർ ചെയ്യുക. ഡ്യൂട്ടി ചെയ്യാനാണല്ലോ വരുന്നത്. അപ്പൊ അതൊന്നും പേടിയില്ലാത്ത ആൾക്കാരൊന്നും മാറി നിന്നത് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു വേണ്ടത്. ഒരുത്തന്റെ ജീവിതമാർഗത്തിൽ അങ്ങോട്ട് തീർത്തു. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ വണ്ടി ഒന്നല്ലെങ്കിൽ നന്നാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി വാങ്ങി കൊടുക്കുക. അതേക്ക് പാർട്ടിക്കാരോട് പറയാനുള്ളൂ. ഒരു ലേശം ബുദ്ധി എന്നൊന്നും പറയുന്നില്ല, സാമാന്യ ബോധം ഉണ്ടാവുമല്ലോ. ശരിക്കും അവിടെ വളഞ്ഞുകൂടിയ വണ്ടി ആക്രമിച്ച ആൾക്കാർക്കെതിരെ കേസ് എടുക്കുകയാണ് വേണ്ടത്. കുറച്ച് ആൾക്കാരുടെ ഫോട്ടോഗ്രാഫ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും അത് വീഡിയോയിൽ കാണിക്കുകയും ചെയ്യും. ആ ടാക്സി ഡ്രൈവർക്ക് പറയാനുള്ള കാര്യം നമുക്ക് ആദ്യം കേൾക്കാം. ഇത് ടാക്സി നമ്മൾ ഓടുന്ന വണ്ടികളാണ്, അന്നന്ന് ഓടി നമ്മൾ ജീവിക്കുന്നവരാണ്. അത് ഈ ആക്രമിച്ചവരാരും നോക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് ഇടി അവരുടെ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയാണെങ്കിൽ പ്രായത്തിൽ കുഴപ്പമില്ല. ഇത് ഞങ്ങൾ സ്വന്തം കാശ് കൊടുത്തെടുക്കുന്ന വണ്ടികളാണ്. അതിങ്ങനെ വന്ന് എടുത്തപ്പോഴത്തേക്ക് അവര് അടിച്ചുപോയി വിഷമമുണ്ട്, നമ്മൾ ജീവിതമാർഗമല്ലേ. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വണ്ടിയാകുമ്പോ ആർക്കാണെങ്കിലും വിഷമം വരും. അത് നിന്റെയൊക്കെ വീട്ടിലെ വണ്ടിയാണെങ്കിലേ നിനക്കൊക്കെ വിഷമം വരുള്ളൂ. 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ ചങ്ങായിയോടെ വന്നല്ലോ. അന്ന് ഞാനടക്കം ആ ചങ്ങായിനെ കളിയാക്കി ചെറുക്കുക ചെയ്തു. ഇപ്പൊ സമ്പൂർണ്ണമായി പൊട്ടന്മാരെ കാണാൻ നമ്മൾ നോർത്ത് ഇന്ത്യ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ തന്നെ കുറച്ച് ആൾക്കാരെ നോക്കിയാൽ മതി. പാർട്ടി ബേസിലല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. അത് ചെയ്തത് ഏതവരൊക്കെ ആണെങ്കിലും അവർക്കെതിരെ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കണം. ഒരു ഇഡിക്കാരുടെ വാഹനം ഇരിക്കുന്ന കോലമാണോ ഗൈസ് ഇത്? അതിന്റെ ബാക്കിൽ എഴുതി വെച്ച ഓരോ സ്റ്റാമ്പ്സ്, സ്റ്റിക്കേഴ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ. ഇതൊരു പ്രൈവറ്റ് വെഹിക്കിൾ ആണ്, അതൊരാൾ ഓൺ ചെയ്ത വെഹിക്കിൾ ആണെന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഇല്ല. വാഹനം തകർത്ത കൂട്ടത്തില് ഒരു മൊട്ടയുടെ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നമുക്കൊന്ന് കാണാം. നിന്റെ ചെറിയൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറിക്കോളും. മുകളിലെ ആൾക്കാർ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ കേട്ടോ. ഒരു വർഷമായി നിയമക്കുരുക്കിലായ മാസപ്പടി കേസിൽ ED അന്വേഷണത്തിനുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കിയതിന് തൊട്ടു പിന്നാലെയാണ് മിന്നൽ പരിശോധന. ഒരു ദിവസം വൈകിയാൽ പ്രതികൾ വീണ്ടും കോടതിയെ സമീപിച്ച് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുമെന്നതിനാൽ അതീവ രഹസ്യമായിട്ടായിരുന്നു നീക്കം. IT കൺസൾട്ടൻസിയുടെ മറവിൽ കരിമണൽ കമ്പനി വീണ വിജയന് നൽകിയ 2,78,00,000 രൂപയുടെ മറവിലെ കള്ളപ്പണ ഇടപാടിലാണ് പരിശോധന. 182 കോടി രൂപയുടെ വ്യാജ ചെലവ് കാണിച്ച് കരിമണൽ കമ്പനി CMRL ആദായ നികുതി വകുപ്പിനെ വഞ്ചിച്ചെന്ന ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലെ കള്ളപ്പണ ഇടപാടാണ് ED അന്വേഷിക്കുന്നത്. 2024 ഏപ്രിൽ 12 കൊച്ചിയിൽ ECIR അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ കരിമണൽ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച അന്വേഷണത്തിന് താൽക്കാലിക സ്റ്റേ വാങ്ങി. EDക്ക് അന്വേഷിക്കാനുള്ള ഷെഡ്യൂൾസ് ഓഫൻസ് ഇല്ലെന്നായിരുന്നു വാദം. മാസപ്പടി ഇടപാടിൽ അന്വേഷണം നടത്തിയ മറ്റൊരു കേന്ദ്ര ഏജൻസിയായ SFIO അന്തിമ റിപ്പോർട്ട് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൽ കമ്പനി ആക്ട് പ്രകാരം 447 പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തു എന്നായിരുന്നു കണ്ടെത്തൽ. അതായത് ചെയ്യാത്ത സേവനത്തിന് പണം നൽകി അത് ചെലവായി കാണിച്ച് ആദായ നികുതി വകുപ്പിനെ വഞ്ചിച്ചുവെന്ന ഗൗരവമുള്ള കുറ്റകൃത്യമാണിത്. ഇതിന് പിന്നാലെ ഷെഡ്യൂൾഡ് ഒഫൻസ് ഇട്ട് ഇക്കാര്യം ഹൈക്കോടതിയെ ധരിപ്പിക്കുകയായിരുന്നു ED. ഇതിനെയും CMRL ഉദ്യോഗസ്ഥർ എതിർത്തെങ്കിലും ഹൈക്കോടതി അന്വേഷണം തുടരാൻ അനുവദിക്കുകയായിരുന്നു. 2015 മുതൽ 2023 വരെയുള്ള 15 വർഷത്തിനിടയിലാണ് CMRL 182 കോടി രൂപയുടെ വ്യാജ ചെലവ് രേഖപ്പെടുത്തിയത്. ഇതിൽ 91 കോടി രൂപയും കരിമണൽ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനത്തിന്റെ പേരിലാണ്. 2,78,00,000 രൂപയാണ് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് നൽകിയത്. ഈ വ്യാജ ചെലവ് ഇടപാടിലെ കള്ളപ്പണ ഇടപാടാണ് ഇപ്പോൾ പരിശോധന. ED IT റെയ്ഡ് എന്നൊക്കെ പറയുന്നത് പിണറായി വിജയന്റെ വീട്ടിൽ മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ല. ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ
കേറിയിട്ടും നിരങ്ങിയിട്ടുണ്ട് ഇവന്മാര്. അപ്പൊ അതിനൊക്കെ സഹകരിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഒരു മുതലാളി എന്നുള്ള ലെവലിൽ കയറി വരുമ്പോ അവിടെ അത്ര അടിമത്വം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയാനുള്ളൂ. CJ റോയ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതേപോലെ ഒരു ആക്ട് കാരണം കൊണ്ടാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തത്. അതേപോലെ തന്നെ ഒട്ടനേകം ഒരുപാട് ആൾക്കാരുണ്ട്, യൂട്യൂബേഴ്സ് വരെ ഉണ്ട്. അവര് വരുന്നു, അവരുടെ ജോലി ചെയ്യുന്നു, പോകുന്നു. അതിനൊക്കെ ഇതേപോലെ പൊതുമുതൽ തല്ലി പൊളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ സമയം ഉണ്ടാവുള്ളൂ. കേരളത്തിൽ കുറച്ച് പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാർ എന്നുള്ള പേരൊക്കെ ഇപ്പൊ കുറച്ചുണ്ട്. അതില്ലാതാക്കാതിരിക്കുക, ബാക്കിയുള്ളവർക്ക് നമ്മളെ കണ്ട് ചിരിക്കാതിരിക്കാനും. അപ്പൊ ഇതിനോടനുബന്ധിച്ച് പോലീസുകാർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇത് തീരുമാനമല്ല, നമ്മുടെ അറസ്റ്റ് ആയാലും ചെയ്യും. തീരുമാനം കോംപ്രമൈസ് ഒന്നുമില്ല. അല്ല, കുറെ പേരിലുണ്ട്, കൺഫേം ആയ ശേഷം പറയാം. നമ്മൾ എത്ര പേര് പങ്കെടുത്തു? അല്ല, ഇതില് നിങ്ങളെല്ലാം ടിവിയിലെ കാണുന്നുണ്ടല്ലേ, അത് എല്ലാം നോക്കാൻ പറ്റും. ഇന്ന് അറസ്റ്റ് ചെയ്യോ കൂടുതൽ ആളുകളെ? ഉറപ്പായിട്ടും. പങ്കെടുത്തവര് വീട്ടിൽ കയറിയിട്ടായിരുന്നു. വീട്ടിൽ കയറി ഒലത്തും. എത്ര ആൾക്കാരുണ്ടായിരുന്നു നിനക്ക് വല്ലതും അറിയോടാ? ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സാമാന്യ ബോധം. ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ വണ്ടി കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാര്, അതൊരു പ്രൈവറ്റ് ടാക്സി ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പാർട്ടിക്കാര്, ഇങ്ങനത്തെ മണ്ടന്മാരെയൊക്കെ പിടിച്ചിട്ട് പാർട്ടിയിൽ വെക്കുന്ന പാർട്ടിയോട് എനിക്ക് ചോദിക്കാനുള്ളത്. നാണക്കടനെ അത്രേ പറയാനുള്ളൂ. എന്തായാലും അവന്മാർക്കെതിരെ നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായത്തിന് ഇവിടെ വിലയുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും വെട്ടി തുറന്ന് പറയുക. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.